6-ാം അധ്യായം 12 മുതൽ ശ്രദ്ധിച്ച് കേട്ടോളം കേട്ടോ. ശ്രദ്ധിച്ചിട്ട് നമ്മൾ അതുപോലെ ചെയ്യാനായിട്ട് പോകുക. കർത്താവിന്റെ പേടകം. ദൈവത്തിന്റെ പേടകം നിമിത്തം കർത്താവ് ഓബാദ് എദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. അതുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ പേടകം അവിടെ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. കർത്താവിന്റെ പേടകം വഹിച്ചിരുന്നവർ 6 ചുവട് നടന്നപ്പോൾ അവൻ ഒരു കാളയെയും തടിച്ച കിടാവിനെയും ബലി കഴിച്ചു. ദാവീദ് കർത്താവിന്റെ മുൻപാകെ സർവശക്തിയോടുകൂടി നൃത്തം ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പ് വിളിച്ചും കാഹളം മുഴക്കിയും കർത്താവിന്റെ പേടകം കൊണ്ടുവന്നു. കർത്താവിന്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാൽ ജനലിൽ കൂടെ നോക്കി ദാവീദ് രാജാവ് കർത്താവിന്റെ മുൻപിൽ തുള്ളിച്ചാടി നൃത്തം വെക്കുന്നത് കണ്ടു. അവൾക്ക് നിന്ന തോന്നി. അവർ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ദാവീദ് കർത്താവിന്റെ മുൻപിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊന്നിന് ഒരപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരി അടയും വീതം വിതരണം ചെയ്തു. പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു. സാവൂളിന്റെ മകൾ മിഖാൽ ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവ് ഇന്ന് തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു. തന്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആവാസനെ പോലെ നിർലജ്ജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ? ദാവീദ് മിഖാലിനോട് പറഞ്ഞു, നിന്റെ പിതാവും കുടുംബത്തിനും മേൽ കർത്താവിന്റെ ജനമായ ഇസ്രായേലിനെ രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിന്റെ മുമ്പാകെയാണ് ഞാൻ നൃത്തം ചെയ്തത്. കർത്താവിന്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതെ, കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപകനും നിന്ദിനുമാകും. എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇതു നിമിത്തം എന്നെ ബഹുമാനിക്കും. സാവൂളിന്റെ പുത്രി മിഖാൽ മരണം വരെ സന്താനരഹിതയായിരുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. സാവൂളിന്റെ മകൾ പേരെന്താണ്? മീഖ. എന്താ അവിടെ സംഭവിച്ചത്? ദാവീദ് ഇടയച്ചെറുക്കനായിരുന്ന ദാവീദിനെ ഇസ്രായേലിന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തിയ കർത്താവിന്റെ പേടകം ഓബേദ് എദോമിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചത് അറിഞ്ഞപ്പോൾ അത് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. ആ പേടകത്തിന്റെ മുമ്പിൽ ദാവീദ് സർവശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചു, തുള്ളിച്ചാടി, ആടിപ്പാടി. ഇത് ജനലിൽ കൂടെ ഒരുത്തി ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുക. ചില പാർട്ടീസിന്റെ എന്തുണ്ടെങ്കിലും പ്രാർത്ഥനക്കാര് പോലെന്ന് പറയും, പ്രൈസലോ ഹല്ലേലൂയ, അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അവള് കണ്ടത് എന്താണ്? കണ്ടത് ദാവീദ് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ആളുടെ തുണിയൊക്കെ ഉരിഞ്ഞു പോയി. വേറെ ആരും കാണാത്തത് ആര് കണ്ടു? ജനൽ കൂടെ നോക്കിക്കൊണ്ടിരുന്ന പാർട്ടി കണ്ടു. പ്രൈസലോ ഹല്ലേലൂയ. ഇസ്രായേലിന്റെ രാജാവ് ഇതാ തന്നെ ഈ ദാസിമാരുടെ മുമ്പിൽ നാണം കെട്ടവൻ പെണ്ണുങ്ങളുടെ മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടി തുണി തൂപ്പില്ലാതെ കളിക്കുകയാണ്. എന്നാൽ ഇസ്രായേലിന്റെ പ്രവചനം പറയുന്നു, കർത്താവിനെ ആരാധിക്കുന്നത് പോരായ്മയായി കരുതിയ നിമിത്തം സാവൂളിന്റെ മകൾ മീഖാൽ മരണം വരെ സന്താനരഹിതയായിരുന്നു. ഇസ്രായേലിന്റെ രീതി അനുസരിച്ച് ഇതാ സന്താനങ്ങളില്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശാപമായിട്ട് അവർ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പാപം മൂലം തകർച്ച വരാം, പാപമില്ലാതെയും വരാം. യോഹന്നാൻ 9:3 പറയുന്നുണ്ട്, ഒരു അന്ധനെ കൊണ്ടുവന്നു പിറവിക്കൊരു. അപ്പൊ ശിഷ്യന്മാരെ ചോദിക്കുന്നുണ്ട്, ആരുടെ പാപം മൂലം? യേശു പറഞ്ഞു, ആരുടെ പാപം മൂലം? ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവന് പ്രകടമാകുന്നതിന് വേണ്ടിയാണ് ഇവൻ ഇങ്ങനെ ജനിച്ചത്. പ്രൈസലോ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി ഈ കേട്ട വചനം പോലെ ദൈവത്തെ നമ്മൾ സ്തുതിച്ച്, ദാവീദ് രാജാവ് സർവശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചു. മൈക്കിലെ സ്തുതിപ്പല്ല, ഇതാ ഈ 36 വർഷം ശുശ്രൂഷയിലും വചനത്തിലും